എല്ലാവർക്കും നമസ്കാരം. ഈ ചാലക്കുടി പട്ടണം ബ്ലോക്ക് പട്ടണമായിട്ട് മാറിയിരിക്കുന്നു. ശനിയാഴ്ച ദിവസം സാധാരണ ചാലക്കുടി പട്ടണത്തിലേക്ക് ഇറങ്ങാൻ ആരുമൊന്ന് ഭയപ്പെടും. പ്രത്യേകിച്ച് വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് നല്ല മികച്ച ഗതാഗത സൗകര്യം എന്നുള്ളത്. പക്ഷേ ചാലക്കുടി പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ചാലക്കുടിയിലൂടെ പോകുന്ന ആളുകളെയും സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം വഞ്ചിക്കപ്പെട്ട ഇത്രമാത്രം പറ്റിക്കപ്പെട്ട മറ്റൊരു സമൂഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയമാണ്. കുറേ നാൾ വരെ അടിപ്പാതയെ പറ്റിയുള്ള സ്വപ്നങ്ങളായിരുന്നു ചാലക്കുടിയിലെ ജനതയ്ക്ക്, അതുപോലെ ചാലക്കുടിയിലെ കടന്നു പോകുന്നവർക്കും. ഒരു അടിപ്പാത പട്ടണത്തിന് ആവശ്യമായ സംഭവം, അതിനെ ചൊല്ലി സമരങ്ങളും കോലാഹലങ്ങളും, അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് നീട്ടി. ചാലക്കുടി പാലം കഴിഞ്ഞ് വരുന്ന ഫ്ലൈ ഓവർ ഒന്ന് നീട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ ജീവനുകൾ സംരക്ഷിക്കപ്പെടാമായിരുന്നു. പക്ഷെ അതെല്ലാം ചിലരുടെ മാത്രം സങ്കുചിത മനോഭാവങ്ങൾ കൊണ്ട് വലിച്ചു നീട്ടി ഒടുവിൽ ഈ ചാലക്കുടി പട്ടണം കൂടി പോകുന്ന ആളുകളെയും അതുപോലെ തന്നെ ഈ ചാലക്കുടിക്കാരെയും ആശ കൊടുത്ത് പറ്റിച്ച് ഒരു വിധത്തിൽ ഒരു 60 കോടി രൂപ കണ്ട് ചെലവഴിച്ച് ഒരു അടിപ്പാത നിർമ്മിച്ചു. ഇപ്പം ആ അടിപ്പാതയുടെ സ്ഥിതി കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് കോപ്പിനാണ് ഈ സാധനം അവിടെ ഉണ്ടാക്കി വെച്ചത്? ഒരു മെക്കാട്ട് പണിക്കാരൻ്റെ ബോധവും വിവരം പോലും ഇല്ലാത്ത ഏതോ കിഴങ്ങന്മാർ, ഏതോ തലയ്ക്ക് വെളിവില്ലാത്തന്മാർ ഒരു സാധനം ഉണ്ടാക്കി വെച്ചു. അതിനൊക്കെ നോക്കിയിരുന്ന് കണ്ടുകൊണ്ട് ഇപ്പം സാധാരണ പറയില്ല, അവൻ്റെ കുറ്റം, ഇവൻ്റെ കുറ്റം, മറ്റവൻ്റെ കുറ്റം. ഈ അടിപ്പാത എന്ന് പറയുന്നത് ഇപ്പോൾ ചാലക്കുടിക്കാരുടെ ഏറ്റവും വലിയ ശാപമായിട്ട് മാറിയിരിക്കുന്നു. സാധാരണ ഒരു മെക്കാട്ട് പണിക്കാരും മതിൽ പണിയുമ്പോൾ ഒരു വളവെങ്കിലും മുളയ്ക്കും. ഞാനിത് ചോദിച്ചതാണ് ചാലക്കുടിയിലെ എല്ലാ ഭരണാധികാരികളും നിൽക്കുന്ന സമയത്ത്. ഞാൻ ഈ വിഷയം ചോദിച്ചു ഇതിൻ്റെ വർക്ക് എടുത്ത കോൺട്രാക്ടറോട്, നിങ്ങൾ എന്ത് കോപ്പിലെ പരിപാടി കാണിച്ചു പറഞ്ഞു. ഞങ്ങൾ സത്യത്തിൽ മറന്നുപോയതെന്ന്. ബെൽമൗത്ത് ഇടാൻ മറന്നുപോയതെന്ന്. നിങ്ങളവിടെ കണ്ടില്ലേ? നിങ്ങൾ ആ കാഴ്ച കണ്ടില്ല? അവിടെ ആ രണ്ട് വശത്തും, അടിപ്പാതയുടെ 2 വശത്തും കോൺക്രീറ്റിന്റെ സ്ലാബ് ഇട്ടിട്ടുണ്ട്. അടിക്കൂടെ വെള്ളം പോകാൻ വേണ്ടി തോടെന്താ പോയിട്ട് അതിന്റെ മുകളിൽ സ്ലാബ്. ആ സ്ലാബിന്റെ ഒരു മൂലയെങ്കിലും കട്ട് ചെയ്തിരുന്നെങ്കിലേ വാഹനങ്ങളൊന്ന് പോകും. ഏതെങ്കിലും വണ്ടികൾ അവിടെ നിന്ന് തിരിയോ? എന്തിനാണ് നടുക്കൊരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്? തിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയ്ക്കും പൊട്ടന്മാരാക്കണം ഈ ചാലക്കുടിക്കാരെന്ന് പറഞ്ഞാൽ. ഈ ചാലക്കുടിയിലെ ആളുകളും ചാലക്കുടിയിലെ കടന്നു പോകുന്നവരും ഇത്ര മണ്ടന്മാരും പൊട്ടന്മാരാണ്. ഇതുപോലെ ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരു സമൂഹം വേറെ ഇല്ലേ? അടിപ്പാത അത് കുറേ ആൾക്കാരുടെ ജീവൻ പൊലിഞ്ഞ് ഒടുവിൽ ഈ സാധനം വന്നു കഴിഞ്ഞപ്പോഴോ, ഇന്ന് ഈ ചാലക്കുടി പട്ടണത്തിലെ ബ്ലോക്ക്, ഞാനത് ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതകളുള്ള ദിവസമാണ്. ഒരു വശത്തെ കൂടെ മഹത്തായിട്ടുള്ള ദേശീയപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന അങ്കമാലി വരെ ആയിരുന്നു അതിൻ്റെ ബ്ലോക്ക്. അങ്കമാലി വരെ ബ്ലോക്ക്, മനസ്സിലായിണ്ടോ? അതുപോലെ തന്നെ പേരാമ്പ്ര, കൊടകര, തൃശ്ശൂർക്ക് പോകണമെങ്കിലും അതും ബ്ലോക്ക്, ഒടുക്കത്ത ബ്ലോക്ക്. കാലത്ത് മുതൽ ബ്ലോക്കാണ്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒക്കെ കടന്നു പോകാൻ കഷ്ടപ്പെടുന്ന പാട് കണ്ടിട്ടുണ്ടെങ്കിലേ. അതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഏറ്റെടുത്ത ചില അണ്ണന്മാരെന്ന് തന്നെ പറയാം. ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത അണ്ണന്മാർക്ക് ഇപ്പം ഒന്നും പറയാനില്ല. ഇപ്പം അത് കേന്ദ്രത്തിൻ്റെയാണ്, മറ്റേതാണ് മാങ്ങാത്തൊലിയാണ്. അതൊരു വശത്ത് കാലത്ത്. ഈ വൈകുന്നേരം 6 മണിയായപ്പോഴോ ഈ അടിപ്പാതയുടെ ബ്ലോക്ക് 4 സൈഡും ഗംഭീര ബ്ലോക്ക്. എല്ലാ ശനിയാഴ്ച ഇതാണ്. പക്ഷെ ഇന്നത്തെ ബ്ലോക്കാണ് ദേശീയപാത ബ്ലോക്ക്, അടിപ്പാതയുടെ അവിടെ ബ്ലോക്ക്. അടിപ്പാതയുടെ അവിടുത്തെ ബ്ലോക്ക് ട്രാംവേ റോഡ് അങ്ങോട്ട് മുട്ടാറായിട്ടുണ്ട്. അപ്പുറത്തെ വശത്ത് അതുപോലെ തന്നെ മറ്റേ ഐടിയുടെ അവിടേക്ക് വരുന്ന റോഡും ഏകദേശം മുട്ടാറായി. ഇപ്പുറത്തും കോട്ടയം വരുന്ന അതും മുട്ടാറായി. ഇപ്പുറത്ത് ബോയ്സ് സ്കൂളിൻ്റെ അവിടെ നിന്ന് മുട്ടാറായി. ഇങ്ങനെ മുട്ടാറായി ഈ റോഡുകളെല്ലാം ബ്ലോക്ക്. ഇനി ഇതിൽ നിന്നൊരു ആശ്വാസം കണ്ടെത്താനെന്ന് പറഞ്ഞാൽ സൗത്ത് ജംഗ്ഷൻ കൂടി മെയിൻ റോഡ് കൂടി പോകാന്ന് വെച്ചാലോ, അവിടെ മറ്റേ ആനമല ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ ബ്ലോക്ക് ചുങ്കത്ത് ജ്വല്ലറിയും കഴിഞ്ഞ് അപ്പുറത്ത് നിൽക്കണ ബ്ലോക്ക്. ഇനി അതും പോട്ടെ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് മേലൂർക്ക് പോകുന്ന ആൾക്കാരുണ്ടോ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മേലൂർ വീടെത്താന്ന് വെച്ച് ഞാൻ ഈ ഇതിൻ്റെ ഇടയ്ക്കൂടെ പോയി അതാ നിൽക്കുന്നു വെട്ടുകടവിൽ ഒടുക്കത്ത ബ്ലോക്ക്. വെട്ടുകടവ് പാലത്തുമ്മ കാണുന്ന ബ്ലോക്ക് നിന്നിട്ടായിരുന്നു, മനസ്സിലായിണ്ടോ? ഈ ഹൈവേയിലെ ഒടുക്കത്തിറങ്ങലും ഇതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആളുകൾ കണ്ടെത്തിയ ഒരു ബൈപ്പാസ് എന്ന് പറയുന്ന ഈ വെട്ടുകടവ് പാലത്തുമ്മയുടെ ബ്ലോക്ക്. അപ്പം ചാലക്കുടി പട്ടണം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് പട്ടണമായിട്ട് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തന്നെ വേറെ ഏതെങ്കിലും മാപ്പ് കണ്ടെത്തി വരച്ച് റെഡിയാക്കി റൂട്ട് മാപ്പ് ചെയ്യണം. ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മണ്ടന്മാരാക്കണം, ആൾക്കാരെ പൊട്ടന്മാരാക്കുകയും മണ്ടന്മാരാക്കുകയും ചെയ്യുന്ന ആൾക്കാർ വേറെ ഒന്നുമില്ല. ഇവർക്ക് അവരെ കുറ്റം പറയാനും അപ്പുറത്തവനെ കുറ്റം പറയാനാണ് ഇവർക്ക് താല്പര്യമുള്ളൂ. സ്വന്തം അധികാരം സ്വയം കിട്ടുമ്പോൾ ചെയ്യാനായിട്ട് ഇവർക്കൊരു മാസ്റ്റർ പ്ലാനിൽ ഒരു തേങ്ങയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച്, ചാലക്കുടി പോലെ ഒരു പട്ടണത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ നമ്മൾ ഭരണാധിപന്മാരെ സല്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഭരണാധിപൻ എന്ന് പറയുന്ന ആളെ നമ്മൾ തമ്പ് കൊടുക്കുന്നത് എങ്ങനെയാണ്? അവന് പ്രാഥമിക കാര്യങ്ങൾ നടത്താനായിട്ടുള്ള പ്രാഥമിക അടിസ്ഥാന സൗകര്യങ്ങൾ ആ പട്ടണത്തിലോ ആ പഞ്ചായത്തിലോ ഉണ്ടാകണം. ഇവിടെ എന്ത് തേങ്ങനുള്ളത് ചാലക്കുടി പട്ടണത്തിൽ? എന്ത് തേങ്ങനുള്ളതെന്ന്? ഇനി തനത് ഫണ്ട് കിട്ടാത്തതാണോ? ഒരു വശത്ത് ഹൈവേയുടെ ഒടുക്കത്തടങ്ങൽ, അത് റീൽസ് ഇട്ട് തമാശ കളിക്കുന്ന കുറെ ഭരണവർഗ്ഗങ്ങൾ, അത് വേറെ. മറുവശത്ത് അടിപ്പാത എന്ന് പറഞ്ഞ ഒരു ദുരിത സ്മാരകം ചാലക്കുടിക്കാർക്ക് സമ്മാനിച്ചു. ഒരു ബെൽമൗത്ത് ഇടാൻ പോലും മറന്നുപോയ കുറെ കിഴങ്ങന്മാർ. അതിന്റെ വേറെ ഒരു വശത്ത്. ഇനി അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ വെട്ടുകടവ് പാലം, അതും ഒടുക്കത്തടങ്ങി. പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇത് എല്ലാ ബ്ലോക്ക് വരുമ്പോഴും കുറേ നമ്മുടെ ഫോളോവേഴ്സ് തന്നെ വിളിച്ചത് പറയാറുണ്ട്, ചേട്ടാ വീഡിയോ ഇടണം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ
പറ്റിക്കപ്പെട്ട് ഇതുപോലെ അടിസ്ഥാന വികസനങ്ങളുടെ അപര്യാപ്തത മൂലം വിഷമിക്കുന്ന മറ്റൊരു നഗരമോ മറ്റൊരു പട്ടണമോ കേരളത്തിൽ ഉണ്ടാവില്ല. ഇവിടുത്തെ ഓരോ വികസനങ്ങൾ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ പണിത് വെച്ചേക്കുന്ന ഓരോ സംഭവങ്ങളും നോക്കിക്കോ, ഒരു ഭാവി കണ്ട് ഒരു വികസനത്തിന്റെ ഭാവി കണ്ട് ചെയ്തേക്കുന്ന സാധനങ്ങളല്ല. ഈ പട്ടണം ഏറ്റവും ടോപ്പ് പട്ടണമായിട്ട് മാറേണ്ടതാണ്. ചാലക്കുടി പട്ടണം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഏറ്റവും ബെസ്റ്റ് പട്ടണമായിട്ട് മാറേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഉള്ള കുറെ കിളങ്ങന്മാരായിട്ടുള്ള ഭരണാധികാരികൾ മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് തയ്യാറാക്കി വെച്ച സംഭവങ്ങളിൽ ഓരോരുത്തരുടെ ഇംഗിതങ്ങൾ ഓരോ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ആ റോഡ് ഇതിക്കോട്ടെ, പണ്ടത്തെ ആൾക്കാർ ഇന്ന സ്ഥലത്ത് ബ്ലോക്ക് മാർക്കറ്റിലേക്ക് വരാനായിട്ട്, ഇന്ന സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാവാ കഴിഞ്ഞാൽ വരാനായിട്ടുള്ള റോഡുകൾ വരെ പണ്ടത്തെ ഇവിടുത്തെ ചാലക്കുടിയിലെ ഭരണാധികാരി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അതൊക്കെ പൂട്ടി എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് നീ അവനോട് ആ കടക്കാർ ആ സ്ഥലം എടുത്തോ, ആ ഭൂമി എടുത്തോ, ഇതെടുത്തോ, അങ്ങനെ റോഡേ പുതിയ സംഗതികൾ ഉണ്ടാവില്ലെന്ന്. ഇതാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. ഇപ്പോൾ ഈ ശനിയാഴ്ച മാസത്തിൽ എത്ര ശനിയാഴ്ച ഉണ്ടാവും? ഈ മാസത്തിൽ ശനിയാഴ്ച ദിവസം നടക്കുന്ന ബ്ലോക്കിനെ പറ്റി ഇവിടുത്തെ പറയപ്പെടുത്ത നട്ടലുള്ള ഏതെങ്കിലും ഭരണാധികാരികളുണ്ടോ? നട്ടല്ലെന്ന് പറഞ്ഞ സംഭവം ഞങ്ങളുടെ പിഴയാണത്, ഞങ്ങളുടെ എന്ന അന്തസ്സായിട്ട് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടോ? ഒരു അടിപ്പാത നിർമ്മിച്ച് വെച്ചേക്കണ്ട എന്ത് കോപ്പിനാണ് ആ സാധനം? നിത്യ ദുരിത സ്മാരകം. അടിപ്പാത എന്നല്ല പറയേണ്ടത്, നിത്യ ദുരിത സ്മാരകം. അതുപോലെ എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും അങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട്. വെട്ടടവ് പാലത്തിനുള്ള സ്ഥിതി, ഇന്ന് പാലത്തിന്റെ അപ്പുറം വരെ ബ്ലോക്കായി നിന്നു. അവിടെ അതികൂടെ പോയ ചില ഓട്ടോറിക്ഷക്കാരാണ് നിൽക്കുന്നവർക്ക് മാറ്റി വിട്ടത്. ഈ മഴക്കാലത്താണോ ഈ സാമാനം പണിയേണ്ടിരുന്നത്? അപ്പൊ ജനങ്ങളെ ഏതൊക്കെ വിധത്തിൽ ദുരിതത്തിലാക്കാവുന്ന പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്ന ആ സംഭവങ്ങളും സംഭവവാസങ്ങളായിട്ട് ലജ്ജിക്കേണ്ടിയിരിക്കുന്നു ചാലക്കുടിക്കാരെ. ഇതുപോലെ ഒരു പാമരരായിട്ടുള്ള ഭരണാധികാരികൾ. തലയിൽ ഒരു തേങ്ങയില്ല എന്നാൽ എല്ലാ സംഭവമുണ്ട്. ഞങ്ങൾക്ക് എന്തോ സംഭവങ്ങളാണ്, ഞങ്ങൾക്കൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. ഞങ്ങൾ ഹൈടെക്കാണ്, മാങ്ങാത്തൊലിയാണ്, മറ്റതാണ്. ഒരു തേങ്ങ അറിയില്ലാത്ത, ഒരു കോപ്പ് അറിയാത്ത കുറെ ആൾക്കാർ. സാധാരണ മെക്കാട്ട് പണിക്കാരൻ മതിലിന്റെ റോഡിന്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് സൈഡ് വരയ്ക്കും, ചെറിയൊരു വളവ് മൂലയ്ക്കൊക്കെ വളച്ചു വയ്ക്കും. അതുപോലും ചെയ്യാൻ അറിയാത്ത ആളുകൾ, അതുപോലും ശ്രദ്ധിക്കാൻ പറ്റാ, എന്നിട്ട് ഉടനെ എടുത്ത് വയ്ക്കും മറ്റവന്റെ മേലുള്ള കുറ്റം, ഇവന്റെ മേലുള്ള കുറ്റം നശിപ്പിച്ചു അടങ്ങി. ഇത് ചാലക്കുടിക്കാരായിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് മാത്രം കിട്ടിയിട്ടുള്ള ശാപമാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. ഇത് നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റുള്ളൂ. ഇവരൊക്കെ യമണ്ടം പ്രസംഗങ്ങളൊക്കെ നിന്ന് അടിക്കുമ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കണം, കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് സൂചിപ്പിക്കണം. അങ്ങനെ പ്രതീക്ഷയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവരൊക്കെ വിഷയങ്ങൾ ഉയർത്തി കാണിക്കണം. എന്ത് തേങ്ങയാണ് ഈ ചാലക്കുടിയിൽ നടന്നിട്ടുള്ളത്? എന്ത് ഒലക്കയുടെ മൂടാണ് ഇവിടെ വികസനം നടന്നിട്ടുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇവിടെയൊക്കെ ചില സംഭവങ്ങൾ പണിത് വെച്ചേക്കണ, വികസനാത്മകമായ കാര്യങ്ങൾ പണിത് വെച്ചേക്കണതിനൊക്കെ ചെന്ന് നിങ്ങൾ നോക്കി നോക്കി, ഒരു കഥയില്ലാത്ത സംഭവങ്ങളുണ്ടോ? കഷ്ടമേ കഷ്ടം. അപ്പോൾ ശനിയാഴ്ച ദിവസം ബ്ലോക്ക് പട്ടണം, ചാലക്കുടി പട്ടണം എന്ന് പറയാൻ പറ്റില്ല, ബ്ലോക്ക് പട്ടണം, ബ്ലോക്ക്. നന്ദി. ബ്ലോക്ക് നിയന്ത്രിക്കാൻ സൗമനസ്യതയോടെ കടന്നു വരുന്ന എല്ലാ ചാലക്കുടിക്കാർക്കും നല്ല നമസ്കാരം.